ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അമ്മമ്മയോടൊപ്പം അമ്മയെ കാണാൻ വന്നിരിക്കുക തിരുവല്ലത്ത്. അല്ല, ഒരു പ്രത്യേക കാര്യം പറയാനാ വിളിച്ചത്. എന്താ രാജു? വർമ്മ സാറിന് അന്നുണ്ടായ ആ ലോറി ആക്സിഡന്റിന് പിന്നില് ഒരു അനന്തം പിള്ളയാണെന്ന് ഞാനെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അയാളിപ്പോ വർമ്മ സാറിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കൊരു രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയതാ. അയാള് വർമ്മ സാറിനോട് കോർക്കാനാ വരുന്ന. ഋതിക, വർമ്മ സാറിന്റെ ഓഫീസിലേക്ക് ഒന്ന് വരുമോ? വരാ രാജു. അതെ, വേഗം വരണം. വേഗം വന്നേക്കാം. അമ്മമ്മേ, രാജു എന്നെ വിളിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. എവിടേക്കാ മോളെ? അത് ഞാൻ പിന്നെ പറയാം. ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് പൊയ്ക്കോളാം. അമ്മമ്മ കാറെടുത്തോ? അത് വേണ്ട, നീ ഓട്ടോയിലൊന്നും പോണ്ട. നീ നമ്മളെ കാറെടുത്തോ. കാർ എടുത്തോ മോളെ. അമ്മയെ ഞാൻ മറ്റൊരു കാറിൽ വിട്ടോളാം. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. അമ്മേ. പഴയ പാർട്ടി സെക്രട്ടറി അനന്തംപിള്ള തിരികെ വന്നതോടെ ആകെ കലുഷിതമായിരിക്കുക അന്തരീക്ഷം. പിന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാ നമ്മുടെ പാർട്ടി മുന്നോട്ടു പോകുന്നത്. പാർട്ടി അവരുടെ പിടിയിലാണ്. വർമ്മ കരുതലോടെ നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. എന്തായാലും ഇവനെയും ഇവൻ വിലക്കെടുത്ത് വാങ്ങിയിരിക്കുന്നവരുടെയും കൽപ്പനകൾക്ക് കാത്തു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളില്ലേ, ആദർശങ്ങളില്ലേ? അനന്തം പിള്ളയ്ക്കും കൂട്ടർക്കും അഴിമതി നടത്തി കാശുണ്ടാക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനം. എല്ലാ കാലത്തും ഇതുപോലുള്ള പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടിട്ടില്ലേ പ്രതാപവർമ്മേ? നിങ്ങളൊന്ന് ഉറച്ചു നിന്നാ മതി. ഏതു കൊടുങ്കാറ്റും മാറിപ്പോക്കോളും. ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നേ. ഗോപിയൊട്ട് എന്നോടൊപ്പം ഉണ്ടായാ മതി. ഞാൻ എന്നും എക്കാലത്തും നിങ്ങളോടൊപ്പമല്ലേ? അതിനെന്താ സംശയം? സാർ, ആനന്ദംപിള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്കൊരു റിപ്പോർട്ട് കിട്ടി. വരട്ടെ, അതിനെന്താ? അതല്ല സാർ, അയാളായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അയാൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അത് മീഡിയക്കാരെ കാണിക്കാനാ വരുന്നത്. അയാള് ഇറിറ്റേറ്റ് ചെയ്തൊക്കെ സംസാരിക്കും. സാറ് കഴിവതും പ്രകോപിതനാവരുത്. അയാളുടെ ലക്ഷ്യം വേറെയാണ് സാർ. എന്ത് ലക്ഷ്യം? സാർ എങ്ങനെയെങ്കിലും ചൂടാവണം. നിയന്ത്രണം വിട്ട് അയാളെ തല്ലാൻ ഒരുങ്ങണം. അത് മീഡിയയിൽ വരണം. അയാള് മീഡിയാസിനെ അറിയിച്ചിട്ടാ വരുന്നത്. എങ്കി വർമ്മ നിയന്ത്രണം പാലിക്കണം. കഴിവതും മിണ്ടാതിരിക്കുക.